കുടലിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാൻ, ദഹനം ശരിയായ രീതിയിൽ നടക്കാൻ കഴിക്കാവുന്ന പ്രധാനപ്പെട്ട 3 ഭക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന 3 തരം ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതിൽ നല്ല രീതിയിൽ പ്രോബയോട്ടിക് കണ്ടന്റ് ഉണ്ടെന്ന് വെച്ചാൽ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് വർദ്ധിപ്പിക്കുന്ന കണ്ടന്റ് ഇതിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുകയും അതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഒന്നാമതായിട്ടുള്ളത് സൗർക്രോട്ട് ആണ്. എന്ന് വെച്ചാൽ ഉപ്പിലിട്ട ക്യാബേജ്. അത് നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ നല്ല രീതിയിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ കെയും അതുപോലെ ഇന്റെൻസ്റ്റൈനൽ ബാക്ടീരിയ എന്ന് വെച്ചാൽ കുടലിലെ നല്ല ബാക്ടീരിയയുടെ വർധനവിന് നമ്മളെ സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ളത് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞിയിലും നല്ല രീതിയിൽ പ്രോബയോട്ടിക് കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനും നമ്മളെ സഹായിക്കും. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് വർദ്ധിക്കും, മലബന്ധം പരിഹരിക്കപ്പെടും. പഴങ്കഞ്ഞി കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷേ പഴങ്കഞ്ഞിയോടൊപ്പം അച്ചാറോ പപ്പടോ ഒന്നും ചേർത്ത് കഴിക്കാതിരിക്കുക. അത് നിങ്ങളുടെ വയറിൽ ദഹനക്കേട് ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നേക്കാം. മൂന്നാമതായിട്ടുള്ളത് യോഗേർട്ട് ആണ്. യോഗേർട്ട് നമുക്ക് പ്രോബയോട്ടിക് കണ്ടന്റ് മാത്രമല്ല അതിലുള്ളത്, അത് നമ്മുടെ ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ യോഗേർട്ട് നമ്മളെ സഹായിക്കും. അത് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ കഴിക്കാതെ ഉച്ചയ്ക്ക് ഒരു 2-3 സ്പൂൺ എടുത്ത് കഴിക്കുക. അത് പ്ലെയിൻ യോഗേർട്ട് മേടിച്ച് കഴിക്കുക. അതല്ലെങ്കിൽ ഫ്ലേവർ അടങ്ങിയിട്ടുള്ള യോഗേർട്ടുകൾ കഴിക്കാതിരിക്കുക. പ്ലെയിൻ യോഗേർട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 3 ഫുഡ് ഐറ്റംസും കുടലിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാൻ കഴിക്കാവുന്നതാണ്.